ഈ മാർച്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കേരളത്തിൽ ഈ സമയം എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും നടത്തുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് ഭാഗമായി ഇന്ന് ഇവിടെ ഈ നടത്തുന്ന പ്രതിഷേധ ധർണ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ ആശാ വർക്കർമാര് കോവിഡ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. കോവിഡ് കാലത്ത് ഈ ആശാ വർക്കർമാര് ചെയ്ത തൊഴിലെന്താണെന്നും അവര് ചെയ്ത കഷ്ടപ്പാട് എന്താണെന്നും നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ആ ആശാ വർക്കർമാരാണ് ഈ കോവിഡിനെ നേരിട്ട് മുന്നിൽ നിന്നത്. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് 1000 രൂപ അലവൻസിൽ തുടങ്ങി. അന്ന് ആഴ്ചയിൽ ദിവസം 1 മണിക്കൂർ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സർക്കാർ ജീവനക്കാരെ കണക്ക് ഫുൾ ടൈം ജോലിയാവുകയും വീട്ടിലെത്തിയാൽ അതിൻ്റെ ഡേറ്റാസ് ഗവൺമെൻറ്റിലേക്ക് അയക്കുന്ന വിവിധ ജോലികൾ ചെയ്തുകൊണ്ട് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലത്ത് മാതൃകാപരമായി പ്രവർത്തനം നടത്തിയ ഈ രാജ്യത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന ആശാ പ്രവർത്തകന്മാർ ജീവനക്കാരെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് INTUC ഇന്ന് സംസ്ഥാന വ്യാപകമായി ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നയവ്യതിയാനം ഈ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നു പാർട്ടിക്ക്. എന്താണ് നയവ്യതിയാനം? പാർട്ടി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, മധ്യവർഗങ്ങളുടെ പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറാൻ പോകുന്നു എന്ന്. ആരാണ് മധ്യവർഗങ്ങൾ? എന്നെ പോലെയുള്ള ജോലി ഉണ്ടായിരുന്നവർ, അധ്യാപകർ, വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർ, അല്പസമ്പത്തുള്ളവർ, അവരാണ് മധ്യവർഗം. ആ മധ്യവർഗങ്ങളുടെ പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറുമ്പോൾ തൊഴിലാളി വിഭാഗങ്ങളെ എങ്ങോട്ട് നിങ്ങൾ തള്ളിവിടുന്നു? ഒരു കശുവണ്ടി തൊഴിലാളി ഒരു ദിവസം തല്ലിയാൽ, നിങ്ങളെ അല്ലേ അണ്ടി തല്ലിയാൽ 6-6.5 തല്ലാനേ പറ്റൂ. അതിനു വേണ്ടിയുള്ള തോട്ടണ്ടിയേ ഉള്ളൂ. 863 ഫാക്ടറികളിൽ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് കേവലം 62 ഫാക്ടറികളാണ്. 863-ൽ അതിൽ 40 സർക്കാർ വകയും 22 കൊട്ടാരക്കരയിലെ അച്ചായന്മാരുടെയും വകയാണ്. അങ്ങനെ വ്യവസായം തകർന്ന് തരിപ്പണമായി. ഇന്ന് നടന്ന സമ്മേളനത്തിൽ കൊല്ലത്തിന്റെ വ്യവസായ ഈറ്റില്ലമായ കശുവണ്ടി വീട്ടില്ലമായ കൊല്ലത്തെ തൊഴിലാളി വർഗത്തിന് എന്തു നൽകുമെന്ന് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി. ഞങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടോ? ആശാവർക്കർമാരുടെ സമരത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഈ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞില്ലെന്ന് അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പെഞ്ചു കുഞ്ഞുങ്ങളെയും യുവതികളെയും ആരോഗ്യ പരിപാലനത്തിൽ സഹായിക്കുന്ന അംഗൻവാടിയിലെ ജീവനക്കാർക്ക് എന്ത് നൽകും എന്ന് അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇന്നലെ ചർച്ച ചെയ്തത് എന്താ? സ്വകാര്യ മുതലാളിമാരിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും ധനസമാഹരണം നടത്തി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് അടിയറ വെക്കുന്നതിനെ കുറിച്ചുള്ള നയ സമീപനം എടുക്കുമെന്നാണ് പുതിയ നയരേഖ പറഞ്ഞിരിക്കുന്നത്. മാത്രം നമ്മൾ INTUC നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. ആശാ വർക്കർമാർക്ക് ഓണറേറിയം എന്ന് പറയുന്ന സമ്മാനപ്പൊതി അവസാനിപ്പിച്ചിട്ട് അവർക്ക് സാലറി കൊടുക്കണം. അതായത് ശമ്പളം ആരോഗ്യ വകുപ്പ് ജീവനക്കാർക്ക് കൊടുക്കുന്ന അതേ ശമ്പളം തന്നെ ആശാ വർക്കർമാർക്ക് കൊടുക്കണമെന്ന ഒരേ ഒരു അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. അതേപോലെ അവരുടെ ജോലിഭാരം കുറയ്ക്കുക. അവരുടെ ജോലിഭാരം എന്ന് പറയുന്നത് അവർ 7000 രൂപ ഓണറേറിയം എന്ന സമ്മാനപ്പൊതി നൽകിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന 7000 രൂപയിൽ നിന്ന് അവർ 700 രൂപ അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും അസുഖം മൂലമോ മറ്റുമോ അവർക്ക് പോകാതിരുന്നാൽ അവരുടെ 700 രൂപ അതിനകത്ത് നിന്ന് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും 700 രൂപ വീതം കട്ട് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ഒരു കുടുംബം മുഴുവൻ അവർ കഴിയുന്നത്. രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ഫോൺ വിളികളായാലും അതേപോലെ നിപ്പ, കോവിഡ്, മഹാമാരികൾ എന്ത് തന്നെ വന്നാലും അവർക്ക് വീട്ടിലിരിക്കാനോ അവരുടെ കുടുംബം നോക്കാനോ കഴിയാതെ അവരെല്ലാ രീതിയിലും മുഴുവൻ സമയവും ഈ ജനസേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി
വിളിച്ചിട്ട് അവർക്ക് ഈ തുച്ഛമായ ശമ്പളം കൊടുത്ത് ജോലി ഭാരം കൂട്ടുന്ന ഈ നടപടിക്കെതിരെ INTUC ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പം ഇതൊരു സൂചന മാത്രമാണ്. നമ്മുടെ ഈ ധർണാ സമരം കേരളത്തിലെ 14 ജില്ലകളിലും ഒരേ സമയം തന്നെ നമ്മുടെ ആശാവർക്കർക്ക് അനുകൂലമായിക്കൊണ്ട് INTUC എല്ലാ